Good morning, my dear students. In this video, we are discussing about the topic ARP header, address resolution protocol header format. First field is hardware type, and second one is protocol type. First one hardware type. It is one for Ethernet. അതായത് നമ്മൾ കണ്ടായിരുന്നു കോൺഫിഗറേഷൻസ് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്സ് കോൺഫിഗർ ചെയ്യാൻ വേണ്ടി എതർനെറ്റ് 2 അത് യൂസ് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു അല്ലേ. അപ്പോൾ ഇതിൽ എതർനെറ്റിൻ്റെ ഏത് ടൈപ്പാണ്, ഹാർഡ്വെയർ ടൈപ്പാണ് ഇവിടെ സ്പെസിഫൈ ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ പ്രോട്ടോകോൾ ടൈപ്പ്. ഇറ്റ് ഈസ് എ പ്രോട്ടോകോൾ യൂസ്ഡ് ഇൻ ദി നെറ്റ്വർക്ക് ലെയർ. അതായത് പ്രോട്ടോകോൾ, ഇൻ്റർനെറ്റ് പ്രോട്ടോകോൾ IP-യുടെ ഏത് വേർഷനാണ്, IP വേർഷൻ 4 ആണോ IP വേർഷൻ 6 ആണോ യൂസ് ചെയ്യുന്നതാണ് ഇവിടെ സ്പെസിഫൈ ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ഹാർഡ്വെയർ അഡ്രസ് ലെങ്ത്. ഇറ്റ് ഈസ് ദി ലെങ്ത് ഇൻ ബൈറ്റ് സോ ദാറ്റ് ഇറ്റ് വുഡ് ബി 6 ഫോർ ഇതർനെറ്റ്. അപ്പോൾ ഇതർനെറ്റ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഹാർഡ്വെയർ അഡ്രസ് ലെങ്ത് എന്തായിരിക്കും കാണിക്കുക, 6 എന്നായിരിക്കും കാണിക്കുക. നെക്സ്റ്റ് വൺ പ്രോട്ടോകോൾ ലെങ്ത്. ഇറ്റ്സ് വാല്യൂ ഈസ് 4 ബൈറ്റ്. IP വേർഷൻ 4 ആണെങ്കിൽ 4 ബൈറ്റും ആൻഡ് IP വേർഷൻ 6 ആണെങ്കിൽ 6 ബൈറ്റ്സും ആയിരിക്കും റെപ്രസെൻറ്റ് ചെയ്യുക. നെക്സ്റ്റ് വൺ operation code indicate that the packet in the ARP request 1 or an ARP response 2. ഇവിടെ ഓപ്പറേഷൻ റിക്വസ്റ്റ് 1 റിപ്ലൈ 2 എന്ന് കാണിച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ അഡ്രസ് റെസൊല്യൂഷൻ പ്രോട്ടോക്കോളിൻ്റെ റിക്വസ്റ്റ് ആണെങ്കിൽ 1 എന്നും അഡ്രസ് റെസൊല്യൂഷൻ പ്രോട്ടോക്കോളിൻ്റെ റെസ്പോൺസ് ആണ് എങ്കിൽ 2 എന്നായിരിക്കും ഇവിടെ റെപ്രസെൻ്റ് ചെയ്യുക. അതായത് ഏതെങ്കിലും സോഴ്സിൽ നിന്നും ARP റിക്വസ്റ്റ് സെൻഡ് ചെയ്യുന്ന സമയത്ത് ഈ ഓപ്പറേഷൻ റിക്വസ്റ്റ് 1ൻ്റെ ഫീൽഡ് എന്തായിരിക്കും 1 ആയിട്ടും ദെൻ അത് പർട്ടിക്കുലർ IP അഡ്രസ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഏത് ഡിവൈസിലാണോ ചെല്ലുന്നത് ആ ഡിവൈസിൽ നിന്നും തിരിച്ച് അതിൻ്റെ MAC അഡ്രസ്സോട് കൂടിയ റെസ്പോൺസ് വരുമ്പോൾ ഇവിടുത്തെ ഓപ്പറേഷൻ എന്തായിട്ടായിരിക്കും കാണിക്കുക, 2 എന്നായിരിക്കും കാണിക്കുക. നെക്സ്റ്റ് വൺ സെൻഡേഴ്സ് ഹാർഡ്വെയർ അഡ്രസ്സ്. സെൻഡറിൻ്റെ ഹാർഡ്വെയർ അഡ്രസ്സ് അതായത് MAC അഡ്രസ്സ് ആയിരിക്കും ഇവിടെ സെൻഡറിൻ്റെ ഹാർഡ്വെയർ. നമ്മൾ സെൻഡ് ചെയ്യുന്ന പാക്കറ്റിൽ സെൻഡറിൻ്റെ ഹാർഡ്വെയർ അഡ്രസ്സ് ഉണ്ട്, അതുപോലെ തന്നെ പ്രോട്ടോകോൾ അഡ്രസ്സ് ഉണ്ട്, ടാർജറ്റിൻ്റെ ഹാർഡ്വെയർ അഡ്രസ്സും അതുപോലെ ടാർജറ്റിൻ്റെ പ്രോട്ടോകോൾ അഡ്രസ്സും ഉണ്ട് അല്ലേ. അപ്പോൾ ഈ ടാർജറ്റിൻ്റെ ഹാർഡ്വെയർ അഡ്രസ്സ് ARP റിക്വസ്റ്റിലായിരിക്കും എന്തായിരിക്കും കാണിക്കുക 0000 എന്നും ദെൻ തിരിച്ചു വരുന്ന റിപ്ലൈയിൽ MAC അഡ്രസ്സോടുകൂടി ആയിരിക്കും വരിക. അപ്പോൾ സെൻറ്ററിൻ്റെ ഹാർഡ്വെയർ അഡ്രസ്സ് സ്പെസിഫൈ ചെയ്ത് MAC അഡ്രസ്സ് ആൻഡ് സെൻറ്റർ പ്രോട്ടോകോൾ അഡ്രസ്സ് എന്ന് വെച്ചാൽ എന്താണ് IP അഡ്രസ്സ്. ദെൻ ടാർജറ്റ് ഹാർഡ്വെയർ അഡ്രസ്സ് അത് 4 ബൈറ്റ് ആണ്, ടാർജറ്റ് പ്രോട്ടോകോൾ അഡ്രസ്സും 4 ബൈറ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ സെൻറ്റർ ഹാർഡ്വെയർ അഡ്രസ്സ് മാത്രം 6 ബൈറ്റ് ഫോർ എതർനെറ്റ് ആണ്, ബാക്കിയുള്ളതെല്ലാം 4 ബൈറ്റ് റെപ്രസെൻറ്റേഷൻ ആയിരിക്കും വരിക. അപ്പോൾ ഇതാണ് ARP ഹെഡറിൻ്റെ ഫോമാറ്റ് എന്ന് പറയുന്നത്, ARP ഹെഡർ ഫോമാറ്റ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് പ്രോട്ടോക്കോളാണ്, അഡ്രസ് മാപ്പിംഗ് പ്രോട്ടോക്കോളാണ് DHCP. DHCP എന്ന് വെച്ചാൽ ഡൈനാമിക് ഹോസ്റ്റ് കോൺഫിഗറേഷൻ പ്രോട്ടോക്കോൾ. DHCP സ്റ്റാൻഡ്സ് ഫോർ ഡൈനാമിക് ഹോസ്റ്റ് കോൺഫിഗറേഷൻ പ്രോട്ടോക്കോൾ. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് RFC 2131, RFC 2131 എന്നും ഈ DHCP-നെ നമ്മൾ പറയാറുണ്ട്. ഇറ്റ് ഈസ് എ നെറ്റ്വർക്ക് പ്രോട്ടോക്കോൾ ദാറ്റ് അലൗസ് എ സെർവർ ടു ഓട്ടോമാറ്റിക്കലി അസൈൻ ആൻ IP അഡ്രസ് ഫ്രം എ സ്പെസിഫൈഡ് റേഞ്ച് ഓഫ് നമ്പേഴ്സ് ടു എ കമ്പ്യൂട്ടർ ഓർ ഡിവൈസ്. അതായത് ഈ DHCP എന്ന് പറയുന്ന ഒരു പ്രോട്ടോക്കോളാണ്, ഇതൊരു നെറ്റ്വർക്ക് പ്രോട്ടോക്കോളാണ്. ഇത് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു സെർവറിന് ഇതുവഴി ഈ പ്രോട്ടോക്കോൾ യൂസ് ചെയ്യുന്നത് വഴി ഒരു സെർവറിന് ഓട്ടോമാറ്റിക്കായിട്ട് ആ സെർവറുമായി കണക്ട് ചെയ്തിട്ടുള്ള കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ഡിവൈസിന് IP അഡ്രസ്സ് ഒരു സ്പെസിഫൈഡ് റേഞ്ച് ഓഫ് നമ്പേഴ്സ് വഴി പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റും. വെൻ ഇറ്റ് ഈസ് കണക്റ്റഡ് ടു എ ഗിവൺ നെറ്റ്, ഒരു നെറ്റ്വർക്കിൽ കണക്ട് ചെയ്തിട്ടുള്ള കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ഡിവൈസുകൾക്ക് ഈ നെറ്റ്വർക്ക് അഡ്രസ്സ് DHCP പ്രോട്ടോക്കോൾ യൂസ് ചെയ്യുന്നതോടം വഴി സെർവേഴ്സിന് ഓട്ടോമാറ്റിക്കായിട്ട് ഒരു സ്പെസിഫൈഡ് റേഞ്ച് ഓഫ് അഡ്രസ്സ് വരെ IP അഡ്രസ്സ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നു. സോ ഇറ്റ് ഈസ് എ പ്രോട്ടോക്കോൾ ഫോർ അസൈനിങ് ഡൈനാമിക് IP അഡ്രസ് ടു ഡിവൈസ് ഓൺ എ നെറ്റ്വർക്ക്. അതുകൊണ്ട് ഇതെന്താണ്, ഇതൊരു പ്രോട്ടോക്കോളാണ്. എന്തിനാണ് യൂസ് ചെയ്യുന്നത്, അസൈനിങ് ഡൈനാമിക് IP അഡ്രസ് ടു ഡിവൈസ് ഓൺ എ നെറ്റ്വർക്ക്. ഒരു നെറ്റ്വർക്കിൻ്റെ കീഴിലുള്ള ഡിവൈസുകൾക്ക് IP അഡ്രസ്സ് ഡൈനാമിക് ആയിട്ട് അസൈൻ ചെയ്യാൻ വേണ്ടിയാണ് ഈ DHCP പ്രോട്ടോക്കോൾ യൂസ് ചെയ്യുന്നത്. DHCP ഓട്ടോമാറ്റിക്കലി പെർമിറ്റ് എ നോഡ് ഓർ ഡിവൈസ് ടു ബി കോൺഫിഗറേറ്റ് ഓട്ടോമാറ്റിക്കലി, സോ എ നെറ്റ്വർക്ക് അഡ്മിനിസ്ട്രേഷൻ ഈസ് നോട്ട് റിക്വയർഡ്. അപ്പോൾ ഇവിടെ ഒരു അഡ്മിനിസ്ട്രേറ്ററിൻ്റെ ആവശ്യമില്ല. DHCP അതായത് ഡൈനാമിക് ഹോസ്റ്റ് കോൺഫിഗറേഷൻ പ്രോട്ടോക്കോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഒരു നോഡുകളെ
പെർമിറ്റ് ചെയ്യുന്നു, അതായത് IP അഡ്രസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നു. അതുകൊണ്ട് ഇവിടെ അത് കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഒരു നെറ്റ്വർക്ക് അഡ്മിനിസ്ട്രേറ്ററിൻ്റെ ആവശ്യം ഇല്ല. അപ്പോൾ ഈ ഫിഗർ റെപ്രസെൻറ്റേഷൻ ഉണ്ട്. ഇപ്പം നമ്മുടെ DHCP വഴി DHCP സെർവറാണ്. ഈ DHCP സെർവർ ഈ റൗട്ടറുമായി കണക്ട് ചെയ്തിട്ടുള്ള ഡിവൈസുകൾക്ക് IP അഡ്രസ്സ് പ്രൊവൈഡ് ചെയ്യുന്നു. ഓക്കെ, വാട്ട് ഡസ് DHCP ഡു? ഇറ്റ് കൺട്രോൾ ദി എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ഓൾ ദി ഡിവൈസസ് ആഡഡ് ടു ദി നെറ്റ്വർക്ക് ഓർ ഡ്രോപ്ഡ് ഫ്രം ദി നെറ്റ്വർക്ക്. അപ്പോൾ ഈ DHCP ആണ് കൺട്രോൾ ചെയ്യുന്നത്. ഒരു നെറ്റ്വർക്കിലേക്ക് ഡിവൈസുകളുടെ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു, അതോടൊപ്പം തന്നെ ഡിവൈസുകളുടെ ഡ്രോപ്പ് ഔട്ട് ചെയ്യുന്നതും ഈ കൺട്രോൾ ചെയ്യുന്നത് ഈ DHCP ആയിരിക്കും. ഇറ്റ് മെയിൻറ്റെയിൻ ദി IP അഡ്രസ് ഓഫ് ദി ഹോസ്റ്റ് ത്രൂ DHCP സെർവർ. അപ്പോൾ ഈ കണക്ഷൻ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ചെയ്തിട്ടുള്ള ഡിവൈസുകൾക്ക് DHCP സെർവർ വഴി ഓട്ടോമാറ്റിക്കായിട്ട് IP അഡ്രസ്സും ഈ DHCP പ്രൊവൈഡ് ചെയ്യുന്നു. ഇറ്റ് ഇൻഫോം ദി DHCP സെർവർ വെൻ എ നോഡ് ഓർ ക്ലയൻറ്റ് വിച്ച് ഈസ് കോൺഫിഗർഡ് ടു വർക്ക് വിത്ത് ദി DHCP ഈസ് ആഡഡ് ടു ദി നെറ്റ്വർക്ക്. ദി സെർവർ റെസ്പോൺസ് ബൈ പ്രൊവൈഡിങ് ആൻ IP അഡ്രസ് ടു ദി ക്ലയൻറ്റ് ഓർ നോഡ്. അതായത് ഈ DHCP സെർവറിനെ ഇൻഫോം ചെയ്യുന്നു ആ നെറ്റ്വർക്കിലേക്ക് പുതിയ ഒരു ഡിവൈസ് കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തു കഴിഞ്ഞാൽ എന്താണ് ചെയ്യുക? DHCP ഓട്ടോമാറ്റിക്കായിട്ട് ഒരു IP അഡ്രസ്സ് ആ ഡിവൈസിന് പ്രൊവൈഡ് ചെയ്യുന്നു. ഓക്കെ, ഹൗ DHCP വർക്ക്? ഇൻ സ്മോൾ ബിസിനസ് ഓർ സ്മോൾ നെറ്റ്വർക്ക് ഇത് റൗട്ടർ ആക്ട് ആസ് എ DHCP സെർവർ. ഒരു ചെറിയ ബിസിനസ് അല്ലെങ്കിൽ ചെറിയൊരു നെറ്റ്വർക്സിലാണെങ്കിൽ ഈ നമ്മുടെ റൗട്ടർ തന്നെ എന്തായിട്ടായിരിക്കും ആക്ട് ചെയ്യുക? DHCP സെർവർ ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുക. Whereas in large network a single computer may act as DHCP server. ഒരു ലാർജ് നെറ്റ്വർക്സിലാണെങ്കിൽ ഒരു സിംഗിൾ കമ്പ്യൂട്ടർ ആയിരിക്കും ഈ DHCP സെർവറായിട്ട് ആക്ട് ചെയ്യുന്നത്. ഇൻ സിമ്പിൾ വേർഡ്സ്, എ ഡിവൈസ് ഓർ ക്ലയൻറ്റ് റിക്വസ്റ്റ് ആൻ IP അഡ്രസ് ഫ്രം ദി റൗട്ടർ ഓർ ഹോസ്റ്റ് വിച്ച് അസൈൻ ആൻ IP അഡ്രസ് അവൈലബിൾ അറ്റ് ദാറ്റ് മൊമെൻറ്റ് ടു ദി ക്ലയൻറ്റ് ടു എനേബിൾ ഇറ്റ് ടു കമ്മ്യൂണിക്കേറ്റ് ഓൺ ദി നെറ്റ്വർക്ക്. എന്ന് വെച്ചാൽ ഒരു ഡിവൈസ് നമ്മുടെ DHCP നെറ്റ്വർക്സുമായിട്ട് കണക്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഇത് ആരെ ഇൻഫോം ചെയ്യും? നമ്മുടെ DHCP സെർവറിനെ ഇൻഫോം ചെയ്യും. ആ DHCP സെർവർ ഒരു ചെറിയ ബിസിനസ് അല്ലെങ്കിൽ സ്മോൾ ഏരിയ നെറ്റ്വർക്സിലാണെങ്കിൽ റൗട്ടർ ആയിരിക്കും ആ DHCP സെർവർ. ഇനി ഒരു ലാർജ് ബിസിനസ് ഏരിയാസ് ഒക്കെ ആണ് എങ്കിൽ ഒരു സിസ്റ്റത്തെ തന്നെ ഈ DHCP സെർവറായിട്ട് സെറ്റ് ചെയ്ത് വെക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഈ DHCP സെർവറിലേക്ക് ഇൻഫോം ചെയ്ത് കഴിയുമ്പം IP അഡ്രസ്സ് ആ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ആ ഡിവൈസിന് പ്രൊവൈഡ് ചെയ്യുന്നു. So when a device is connected to DHCP server, it sends a request to the server called DHCP discover request. അതായത് ഒരു ഡിവൈസ് നമ്മുടെ DHCP സെർവറുമായിട്ട് കണക്റ്റഡ് ആയിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് അത് എന്ത് ചെയ്യും? ഈ DHCP സെർവറിന് ഒരു DHCP discover റിക്വസ്റ്റ് അയക്കുന്നു. ആഫ്റ്റർ റിസീവിംഗ് ദി റിക്വസ്റ്റ് ഇത് സെർവർ ഫൈൻഡ് ആൻ IP അഡ്രസ് ഫോർ ദി ഡിവൈസ് ആൻഡ് ഓഫേഴ്സ് ഇറ്റ് ടു ദി ക്ലയൻറ്റ് വിത്ത് എ DHCP ഓഫർ പാക്കറ്റ്. അപ്പോൾ ഈ DHCP ഡിസ്കവർ റിക്വസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഈ സെർവർ ആ ഡിവൈസ് ആ റിക്വസ്റ്റിനെ റിസീവ് ചെയ്യുന്നു. എന്നിട്ട് എന്താ ചെയ്യുക? ഒരു IP അഡ്രസ്സ് ആ ഡിവൈസിന് ഓഫർ ചെയ്യുന്നു. ആ വരുന്ന റെസ്പോൺസിന് പറയുന്ന പേരാണ് DHCP ഓഫർ പാക്കറ്റ് എന്ന്. ആഫ്റ്റർ റിസീവിംഗ് ദി ഓഫർ ദി ഡിവൈസ് റെസ്പോൺസ് ടു ദി DHCP സെർവർ വിത്ത് എ DHCP റിക്വസ്റ്റ് പാക്കറ്റ് ടു ഷോ ദാറ്റ് ഇറ്റ് എഗ്രി ടു അക്സെപ്റ്റ്. അപ്പോൾ ആദ്യമേ DHCP നമ്മുടെ സെർവർ നമ്മുടെ ക്ലയൻറ്റ് അതായത് നമ്മുടെ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ആ ഒരു ഡിവൈസ് DHCP ഡിസ്കവർ റിക്വസ്റ്റ് അയക്കുന്നു. തിരിച്ച് നമ്മുടെ DHCP സെർവറിൽ നിന്നും DHCP ഓഫർ പാക്കറ്റ് കിട്ടുന്നു. ആ ഓഫർ പാക്കറ്റ് ഡിവൈസ് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ ഡിവൈസ് തിരിച്ച് ഒരു DHCP റിക്വസ്റ്റ് പാക്കറ്റ് കൊടുക്കുന്നു. അതിൻ്റെ അകത്ത് എന്താ ചെയ്യുന്നത്? എഗ്രി ചെയ്ത്, അതായത് നിങ്ങൾ ഓഫർ തന്നിട്ടുള്ള IP അഡ്രസ്സ് ഞങ്ങൾ അക്സെപ്റ്റഡ് ആണ് എന്നുള്ളൊരു ഒരു റിക്വസ്റ്റ് ആയിരിക്കും തിരിച്ചു പോവുക. ഓക്കെ, അപ്പോൾ ആദ്യമേ DHCP ഡിസ്കവർ, ദെൻ DHCP ഡിസ്കവർ റിക്വസ്റ്റ്, ആഫ്റ്റർ ദാറ്റ് DHCP ഓഫർ പാക്കറ്റ്, അത് കഴിഞ്ഞിട്ട് എന്താ വരിക? DHCP റിക്വസ്റ്റ് പാക്കറ്റ്. ഓക്കെ, ആഫ്റ്റർ ദാറ്റ് ഇത് സെർവർ കൺഫേം ബൈ സെൻഡിങ് ആൻ അക്നോളജ്മെൻറ്റ് ടു ദാറ്റ് IP അഡ്രസ് ഹാസ് ബീൻ പ്രൊവൈഡഡ് ടു ദി ഡിവൈസ് ആൻഡ് ഓൾസോ സ്പെസിഫൈ ദി ഡ്യൂറേഷൻ ഫോർ വിച്ച് ദി ഡിവൈസ് ക്യാൻ യൂസ് ദി അഡ്രസ് ബിഫോർ ഗെറ്റിംഗ് ആൻ ന്യൂ IP അഡ്രസ്. അതിനുശേഷം എന്താ ചെയ്യുക? അവിടുന്ന് അത് DHCP സെർവറിൽ നിന്നും ഒരു അക്നോളജ്മെൻറ്റ് വരും. അതായത് നിങ്ങൾക്ക് തന്നിരിക്കുന്ന IP അഡ്രസ്സ് എത്ര നാളത്തേക്കായിരിക്കും അത് ആക്റ്റീവായിട്ടിരിക്കുക, അതായത് എത്ര നാളത്തേക്ക് നിങ്ങൾക്ക് ആ IP അഡ്രസ്സ് യൂസ് ചെയ്യാൻ തുടങ്ങിയ ഒരു അക്നോളജ്മെൻറ്റ് തുടങ്ങിയ ഇൻഫർമേഷൻസ് ഉള്ള ഒരു അക്നോളജ്മെൻറ്റ് DHCP സെർവർ സെൻഡ് ചെയ്യുന്നു. ഇഫ് ദി സെർവർ കനോട്ട് പ്രൊവൈഡ് ഓർ ഡസ് നോട്ട് ഹാവ് ആൻ IP അഡ്രസ് ഫോർ ദി ഡിവൈസ് ഇറ്റ് വിൽ സെൻഡ് എ നെഗറ്റീവ് അക്നോളജ്മെൻറ്റ്. സപ്പോസ് നമ്മുടെ ഡിവൈസ് അതായത് DHCP ഡിസ്കവറി റിക്വസ്റ്റ് ചെന്നതിന് ശേഷം നമുക്കൊരു IP അഡ്രസ്സ്
പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ലെങ്കിൽ അവിടെ നിന്ന് തിരിച്ചു വരുന്ന എന്തായിരിക്കും, ഒരു അക്നോളജ്മെൻറ്റ് അഡ്രസ്സ്, നെഗറ്റീവ് അക്നോളജ്മെൻ്റ് ആയിരിക്കും വരിക. അതായത് നിങ്ങളുടെ ഈ ഡിവൈസിന് ഇന്ന IP അഡ്രസ്സ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല എന്നുള്ളൊരു നെഗറ്റീവ് അക്നോളജ്മെൻ്റ് ആയിരിക്കും വരിക. അപ്പോൾ ഇതാണ് DHCPയുടെ വർക്ക് എന്ന് പറയുന്നത്. DHCP എന്ന് വെച്ചാൽ ഡൈനാമിക് ഹോസ്റ്റ് കോൺഫിഗറേഷൻ പ്രോട്ടോകോൾ എന്നാണ്. താങ്ക്